എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നകുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ദീപാവലി സ്വീറ്റ്സുമായിട്ടാണ്. ഇന്ന് രണ്ട് വിധത്തിലുള്ള സ്വീറ്റ്സാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ലഡു, പിന്നെ ഘീ മൈസൂർ പാക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനുമുൻപ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇന്ന് ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. അപ്പോൾ അതിന് 2 കപ്പ് കടലപ്പൊടി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് സ്ട്രെയിനറിൽ. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. അത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. നെയ്യ് 2-3 ടേബിൾ സ്പൂൺ എടുക്കാം. അത് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ആവശ്യമുള്ളതേ വേണ്ടൂ. അണ്ടിപ്പരിപ്പും മുന്തിരി ആവശ്യത്തിനെടുക്കാം. കൽക്കണ്ടം കുറച്ചെടുക്കാം. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അത് വളരെ കുറച്ചൊരു നുള്ളു മതി. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ അത്രയും മതി. ഏലക്ക പൗഡർ ആവശ്യത്തിന്. സൺഫ്ലവർ ഓയിൽ കുറച്ചെടുക്കണം. അത് ബൂന്തി ഉണ്ടാക്കാനുള്ളതാണ്. ഫുഡ് കളർ ആവശ്യത്തിന് എടുക്കാം, 1 ടീസ്പൂണൊക്കെ. അത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. റോസ് എസൻസ് ആവശ്യത്തിന് എടുക്കാം, ഓപ്ഷണലാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആദ്യം കുറച്ച് ബൂന്തി ഉണ്ടാക്കാം. ബൂന്തി ലഡു ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഒരു പിഞ്ച് സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒരു വിസ്കോ എന്തെങ്കിലും വെച്ച് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ഒരു ദോശമാവിൻ്റെ അയവിൽ ഈ മാവ് എടുക്കണം. ഇതിലിപ്പോൾ ഞാനൊരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് വെള്ളം, അതായത് 250 ml ഒരു കപ്പാണത്. അര വെച്ചിട്ട് ഒഴിച്ചത്. ഇനി ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒഴിച്ച് നോക്കുകയാണ്. മാവ് ഒരു കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെള്ളം. ചില കടലമാവിന് 3/4 കപ്പ് മതി, പക്ഷേ ഇതിലേക്ക് കുറച്ച് അധികം വേണ്ടി വന്നിട്ടുണ്ട് വെള്ളം. ഇനി നമുക്ക് നോക്കാം ഇത് ഒഴിച്ചിട്ട് വെള്ളം വേണോ വേണ്ടേ എന്നുള്ളത്. കാരണം ഉരുണ്ട ബൂന്തികളാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നാൽ നമുക്ക് സിറപ്പൊക്കെ ഉണ്ടാക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പഞ്ചസാര പാനി റെഡി ആകുമ്പോഴേക്കും നമുക്ക് ബൂന്തി വറുത്തെടുക്കാം. ഇതൊന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചൂടായ നോക്കണമെങ്കിൽ അതാ കുറച്ച് മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അടിയിൽ നിന്ന് അത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട് എണ്ണ. ഇനി നമുക്ക് ഇതിലേക്ക് ബൂന്തി ഉണ്ടാക്കാം. ഇതുപോലത്തെ ഒരു തവിയിലാണ്, ഓട്ടത്തവിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ ബൂന്തി ഉണ്ടാക്കാനായിട്ടുള്ള തവി ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു ഓട്ടത്തവിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതുപോലെ ഗ്ലാസ്സിൽ ഈ മാവ് നിറച്ചിട്ട് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ചുറ്റിച്ച് കൊടുക്കണം. ഇതൊരു 5 സെക്കൻഡ് തൊട്ട് 10 സെക്കൻഡ് വരെ നമ്മൾ ഒന്ന് ഇതാക്കിയാൽ മതി. വല്ലാതെ ക്രിസ്പി ആവരുത്. ആ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാവായോ നോക്കാം. ചെറുതിലിട്ടോ ഇത് കുറച്ചും കൂടി ആവാനുണ്ട് കേട്ടോ. നമുക്കിതിങ്ങനെ ഊറ്റിയെടുക്കാം. ഇതുപോലെ എല്ലാം വറുത്തെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇടിയപ്പം അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ വലിയ അച്ചെടുത്തിട്ട് ഇങ്ങനെ വലിയ അച്ചിട്ടിട്ട് അതിലും ഒഴിക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതും നല്ല ഇതിൽ കിട്ടും. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നമ്മുടെ പഞ്ചസാര പാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തീ കുറച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഈ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി ഇടാൻ പോവാണ് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിടാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇടാം. 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നിറം ചേർക്കാം. മഞ്ഞ കളർ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിൽ നല്ലപോലെ ഇത് കിടന്നിട്ട് ഈ ബൂന്തി ഈ വെള്ളമൊക്കെ വലിച്ചെടുക്കണം. സിറപ്പൊക്കെ ഒന്ന് വലിച്ചെടുക്കട്ടെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിടാം. അണ്ടിപ്പരിപ്പും മുന്തിരി റെഡിയായി. നമുക്ക് ഇതിലേക്ക് ഇടാം. കുറച്ച് പനിനീരിൻ്റെ എസൻസ് നമ്മൾ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ചേർക്കുകയാണ്. അത് ഓപ്ഷണലാട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇളക്കി കുറച്ച് നേരം അവിടെ വയ്ക്കാം. ഇതൊക്കെ ഒന്ന് വലിച്ച് എടുക്കണേ വെള്ളമൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറു ചൂടിൽ ഉരുട്ടിയെടുക്കാം. ഈ മിശ്രിതം നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇടുകയാണ്. ഒന്ന് ആറിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ സമയം വേണമെങ്കിൽ നമുക്ക് കൽക്കണ്ടം ചേർക്കാം. അത് ഓപ്ഷണലാണ്.
ഇതൊന്ന് ഇളം ചൂടായിട്ടുണ്ട്. താങ്ങാവുന്ന ചൂടിൽ നമുക്ക് നല്ലപോലെ ഉരുട്ടി കൊടുക്കണം. ആദ്യം നല്ലോണം അമർത്തി കൊടുക്കണം, നല്ല ചൂടുണ്ടാവും. അത് ശ്രദ്ധിച്ചിട്ട് ഇതാക്കണം. പിന്നെ ഷേപ്പാക്കി കൊടുക്കുക. ഇത് നല്ലപോലെ ഉരുട്ടിയിട്ട് പിന്നെ ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം സെറ്റാവാൻ. ഒരു ദിവസം വെച്ചാലും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡ്ഡു, ബൂന്തി ലഡ്ഡു റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്, ടേസ്റ്റിയുമാണ്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മൈസൂർ പാക്കാണ്. അതിന് ഞാനിവിടെ ഒരു കപ്പ് ബേസൻ എടുത്തിട്ടുണ്ട്, കടലപ്പൊടി. അത് ഞാൻ സ്ട്രെയിനറിലിട്ട് അരിച്ചാണ് എടുത്തിരിക്കുന്നത്. നെയ്യ് 1 കപ്പ് ഹീപ്ഡായിട്ട്, അതായത് പൊമിച്ചെടുക്കുക. പഞ്ചസാര 2 കപ്പ്. ഫുഡ് കളർ യെല്ലോ കളർ നമ്മൾ എടുക്കേണ്ടത്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യ് തന്നെ നമുക്ക് കൂട്ടിയെടുക്കാൻ വേണമെങ്കിൽ. ഇനിയിപ്പോൾ 1 കപ്പ് നെയ്യ് എന്നുള്ളത് 1.5 കപ്പ് നെയ്യോ അങ്ങനെയൊക്കെ എടുക്കാം, നമുക്ക് ആവശ്യത്തിനൊക്കെ അനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് നെയ്യും കുമിച്ചിട്ടുള്ള നെയ്യും പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്താണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൈസൂർ പാക്കിൻ്റെ മാവ് ഒഴിച്ച് വയ്ക്കാനുള്ള മോൾഡാണിത്. ഇത് ഞാൻ നെയ്യ് നല്ലോണം പുരട്ടി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് പാൻ വെച്ചതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കടലപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. ഇത് ഞാൻ അരിച്ചെടുത്തതാണ് കേട്ടോ. ഒരു 2-3 മിനിറ്റ് വറുക്കേണ്ട ആവശ്യമുള്ളൂ. ചെറുതായിട്ടൊന്ന് മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഏകദേശം 3 മിനിറ്റോളമായിട്ട് വറുക്കുന്നുണ്ട്. അപ്പോൾ അതായിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന് നെയ്യൊന്നും ആവശ്യമില്ല വറുക്കാൻ, വെറുതെ വറുത്താൽ മതി. നമ്മൾ ഈ എണ്ണയൊന്ന് ചൂടാക്കി വയ്ക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചാൽ മതി. ചെറുതിയിലിട്ട് ഇങ്ങനെ ചൂടോടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനൊന്ന് ചൂടാക്കി വെക്കണേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ ആണെങ്കിൽ തിളച്ച എണ്ണയിൽ ഇങ്ങനെ കോരി കോരി ഒഴിക്കുക ചെയ്യാറ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടേ ഉള്ളൂ. അതിന് മാറ്റിയിട്ട് നമുക്ക് നെയ്യ് അതിലേക്ക് ഒഴിക്കാം. ഈ നെയ്യും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ആ അടുപ്പിൽ തന്നെ ഓഫ് ചെയ്ത് അവിടെ വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം. പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് പഞ്ചസാരയിൽ. ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിന് സിറപ്പ് ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണുള്ളത്. ഇത് നമ്മൾ നല്ലപോലെ പഞ്ചസാര അരിയണ പോലെ അരിഞ്ഞ് വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഒറ്റനൂൽപ്പരുവാകുമ്പോഴാണ് നമ്മൾ കടലപ്പൊടി ഇടേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടുകയാണ്. അത് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മഞ്ഞ കളർ വേണമെങ്കിലും ഈ സമയത്ത് ചേർക്കാം. ഞാൻ മഞ്ഞ കളർ ചേർക്കണില്ല. കുറച്ച് ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ട്. നല്ലപോലെ പതഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒറ്റനൂൽപ്പരുവായോന്ന് നോക്കാം. തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. ഇത് ഒറ്റനൂൽപ്പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിടാം. തീ കുറച്ച് വയ്ക്കുക. ഈ ചെറിയ തീയിലിട്ട് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം മിക്സായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് നേരം. എല്ലാം കൂടി 2-3-4-5 മിനിറ്റോടുകൂടി തീരുന്നത്. നമുക്ക് കുറേശ്ശായിട്ട് ആദ്യം എണ്ണ ചേർക്കാം. ഈ എണ്ണ ഇതിലേക്ക് ചേർന്നതിന് ശേഷം പിന്നെ അടുത്ത ഭാഗം എണ്ണ ചേർക്കാം. പിന്നെ അതിന് ശേഷം നെയ്യ് ചേർക്കാം. ഇനി ബാക്കിയുള്ള എണ്ണ ആഡ് ചെയ്യാണ്. കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. ഇതൊന്ന് മീഡിയം ഫ്ലെയിം തന്നെ മതി. അങ്ങനെ പതഞ്ഞൊക്കെ വരും, അത് സാരമില്ല. പിന്നെ അമർന്ന് ശരിയായി പോകും. എണ്ണ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് ചേർക്കാം. എല്ലാ നെയ്യും ചേർത്തിട്ടുണ്ട്. ഇത് ഇളം ചൂടുള്ള നെയ്യാണ് കേട്ടോ. നെയ്യെല്ലാം മിക്സ് ആയിട്ടുണ്ട്, എണ്ണയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഇതാ പാത്രത്തിൻ്റെ അടിയൊക്കെ കാണാൻ തുടങ്ങി. ഇനി നമുക്ക് നേരെ ഇത് പാത്രത്തിൽ പകരാം. ഓഫ് ചെയ്തു. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം തണുത്തിട്ട് വേണം ഉപയോഗിക്കണമെങ്കിൽ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കതിന് ഷേപ്പാക്കി ഒന്ന് വരഞ്ഞു കൊടുക്കാം. അതിന് ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം. ഒന്ന് മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൈസൂർ പാക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 മണിക്കൂറായിട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് എടുത്ത് നോക്കാം.
നമ്മൾ ആദ്യം ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള മൈസൂർ പാക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ദീപാവലി സ്വീറ്റ്സിൻ്റെ അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.